Hello everyone, once again welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പിഗ്മെന്റേഷൻ കുറയാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എന്നെ കാണണമെങ്കിൽ എൻ്റെ പേര് തൃഷ്ണ എന്നാണ് കേട്ടോ. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസും വ്ളോഗൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കാട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ അതിനായിട്ട് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ കേടാണ് കേട്ടോ, തൈരാണ്. അപ്പൊ ഒരു അര ടീസ്പൂണും വേണ്ട കേട്ടോ. അപ്പൊ കുറച്ചെടുക്കാം. ഇനി തൈരിന് പകരം നമുക്ക് വേണമെങ്കിൽ പാലെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോ തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് കുറച്ചെടുക്കാം. ഇതേപോലെ കുറച്ച് കോട്ടൺ ബോൾ എടുക്കാം. എന്നിട്ട് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നമുക്കറിയാം ഈ തൈരിലാണെങ്കിലും പാലിലാണെങ്കിലും ധാരാളം ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിൽ ഒരു എന്താ പറയുക ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് ഇരിക്കാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആക്നീസ് പിമ്പിൾസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്സ് ഒക്കെ ഉണ്ടാവൂലേ, മാർക്സ്, ഡാർക്ക് സ്പോട്ട്, പാച്ചസ് അങ്ങനെയുള്ളതൊക്കെ മാറാനായിട്ടും ഈ ഒരു ടിപ്പ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്കിൻ നല്ല സോഫ്റ്റും ഹൈഡ്രേറ്റ് ആവാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യാനാണ് ഈ ഒരു ടിപ്പ്. അപ്പൊ നമുക്ക് പാലും തൈരും, അതായത് തൈര് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പാല് വേണമെങ്കിൽ എടുക്കട്ടെ, ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ കോട്ടൺ ബോൾ ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ, നമ്മൾ കൈ കൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ അപ്ലൈ ചെയ്താലും മതി. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ. രാവിലെ എല്ലാ ദിവസവും ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് തന്നെ പിഗ്മെന്റേഷൻ നന്നായിട്ട് തന്നെ കുറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ തൈരിന് പകരം പാലെടുത്താലും കുഴപ്പമില്ല കേട്ടോ. സെയിം റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതേപോലെ എല്ലാ ദിവസവും രാവിലെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ പിഗ്മെന്റേഷൻ കുറയുന്നതായിരിക്കും. റബ്ബ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ടു 10 മിനിറ്റ്സ് ഫേസിൽ വെച്ചതിന് ശേഷം നമുക്കിത് നോർമൽ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫേസ് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. മോയ്സ്ചറൈസർ എന്തായാലും നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് അപ്ലൈ ചെയ്ത് എന്തായാലും കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, സ്കിൻ ഭയങ്കരമായിട്ടൊന്ന് ഡ്രൈയും ഒന്ന് ടൈറ്റനൊക്കെ ആവാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. വെരി സിമ്പിൾ ആയിട്ടുള്ള ടിപ്പ് അല്ലേ. അപ്പൊ ഇത് എവറി മോർണിംഗ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒരു 1 വീക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.